ഹായ് എല്ലാവർക്കും നമസ്കാരം. ദ ലാസ്റ്റ് നെയിം അവസാനാണി. ഓ സോറി, ബോറോസ്. ആഹ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, അതിൽ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ഗംഭീരമായത് എന്ന് തോന്നിയിട്ടുള്ളത് ഇതിലെ 3D ഇഫക്റ്റ്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയും ഗംഭീരമായ 3D ഇഫക്റ്റ് ആണ് ബറോസ് നമുക്ക് മുമ്പിലേക്ക് തരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ഒരുപാട് ഇപ്പോ ഈ 3D എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണിലേക്ക് ഒരു സൂചി തെറിച്ചു വരുന്നു, കല്ല് തെറിച്ചു വരുന്നു, ഇങ്ങനത്തെ സാധനം മാത്രമല്ല, ആ വിഷ്വലിന്റെ ക്വാളിറ്റി ഭയങ്കര. 3 ഡയമെൻഷൻ 100% നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷെ മലയാളത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച 3D ഇഫക്റ്റ് വന്ന സിനിമ ഇത് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. ഞാൻ പറയുമ്പോൾ ഒരുപാട് അത്തരത്തിൽ ഇപ്പോൾ ARM പോലുള്ള സിനിമകളൊക്കെ ARM ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ മുകളിലാണ് അതിന്റെ 3D നിൽക്കുന്നത്. അത്രയും പെർഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. അതല്ലാതെ എടുത്തു പറയേണ്ടത് ഇതിന്റെ വിഷ്വൽ അല്ലെങ്കിൽ ഫ്രെയിമിംഗ് ആണ്. സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ സിനിമ ഏത് രീതിയിൽ പറയണം, ഏത് ആംഗിളിൽ പറയണം, എങ്ങനെ കാണിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് ലാലേട്ടന്റെ ഡയറക്ഷനിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ എടുത്തു പറയേണ്ട ആളാണ് നമ്മുടെ സന്തോഷ് ശിവൻ. അദ്ദേഹത്തിന് നമ്മളിവിടെ ക്രെഡിറ്റ് കൊടുത്തേ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ വർക്ക് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പല സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഒരു 3D ഫിലിം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ, അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഇതിന്റെ ഫ്രെയിമിംഗ് വെക്കണം, ഏതൊക്കെ ആംഗിൾ ഇതിന്റെ ഷോട്ട് വെക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് അളന്ന് മുറിച്ച് ചെയ്തിട്ടുണ്ട്, പറയില്ലേ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആൻഡ് പോസിറ്റീവ് സൈഡിൽ നമ്മൾ എടുത്തു പറയുമ്പോൾ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, കാരണം ഇവരുടെ ഈ മൊത്തത്തിൽ ഇതിന്റെ ക്യാഷ് ആൻഡ് ക്രൂ മൊത്തം എടുത്തു പറയുന്ന ഒരു കാര്യം, ഇത് കുട്ടികൾക്കുള്ള സിനിമയാണല്ലേ. ഏതാണ് പ്രായപരിധി എന്നുള്ളതും കൂടെ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അതിലേക്ക് ഞാൻ വരാം. എന്തായാലും അങ്ങനെ കുട്ടികൾക്കുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞ പോലെ 3D ഇഫക്റ്റ്, അതല്ലാതെ ചില വിഷ്വൽ, നമ്മളൊരു മാജിക് പോലെ ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവർ കാണിച്ചിരിക്കുന്ന സൂക്ഷ്മത, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. അതുപോലെ കുറെ എന്താ പറയുക, അണ്ടർ വാട്ടർ സോങ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഒരു കുട്ടികൾ ഇങ്ങനെ ഒരു ആനിമേഷൻ മൂവി കാണുന്ന രീതിയിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന സാധനങ്ങൾ പലപ്പോഴും നമ്മൾ ഹോളിവുഡ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് പേര് പെട്ടെന്ന് എടുത്തു പറയാൻ കഴിയുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ സിനിമ. അതായത് നോർമലി മനുഷ്യന്മാർ ഇങ്ങനെ പോകുന്നു, പെട്ടെന്ന് ഈ വെള്ളത്തിന്റെ താഴത്തേക്ക് വരുമ്പോൾ അവിടെ പെട്ടെന്ന് ഒരു ആനിമേഷൻ വരിക, അല്ലെങ്കിൽ വേറൊരു വേൾഡിലേക്ക് ഇവർ കിടക്കുമ്പോൾ അവിടെ ഒരു ആനിമേഷൻ പോലത്തെ സാധനങ്ങൾ വരിക, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അവിടെയുള്ള മീന് കാര്യങ്ങള്, നീരാളി, ആമ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളെ കാണിച്ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ ഈ ഇസബെല്ല വരുന്ന സമയത്ത് കാലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തിളക്കം പോലെ കുറെ സാധനങ്ങൾ ഇങ്ങനെ പോവുക, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ബറോസിനെ കാണിക്കുന്ന സമയത്തുള്ള കുറച്ച് സംഭവങ്ങൾ, അതൊക്കെ കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതിനപ്പുറത്തേക്ക് ഇത് കുട്ടികൾക്കുള്ള സിനിമയാണ് എന്ന് പറയുമ്പോൾ ഒരു ഇപ്പൊ ജനിച്ച കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ കണ്ടിരിക്കാൻ പറ്റും. കാരണം ഇത് എന്ത് തേങ്ങയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമായിരിക്കും. അതല്ലാതെ കുട്ടികൾക്ക് ഇത് എങ്ങനെ മനസ്സിലാവും ഇതിന്റെ കഥ എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് മുൻപ് ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ ആഗ്രഹിക്കുന്നത്, കുട്ടികൾക്കുള്ള സിനിമയാണ്, നിങ്ങൾ കുറച്ച് തന്തമാര് പോയി ഇത് കണ്ടിരുന്നിട്ട് വിലയിരുത്തുക എന്നൊക്കെ പറയാൻ നിൽക്കരുത്. കാരണം ഇത് എടുത്തിരിക്കുന്നത് ഒരു തന്തയാണ്. ഐ മീൻ പ്രായം കൊണ്ട് അത്രയും വയസ്സുള്ള ലാലേട്ടനാണല്ലോ ഇത് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ക്രൂ, മറ്റ് കാസ്റ്റ് ഒക്കെ അങ്ങനെ കൂടുതലും വലിയ വലിയ ആളുകളാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ ഇസബെല്ല മാത്രമല്ല ഇതിൽ മെയിൻ ആയിട്ട് ഒരു കുട്ടിയായിട്ട് വരുന്നുള്ളൂ. പിന്നെ ചെറിയൊരു പിക്കിരി ചെക്കനും ഉണ്ട്. ഇതല്ലാതെ ഇപ്പൊ കുട്ടികൾ ആരാ ഇതിലുള്ളത്? അഭിനയിച്ചിരിക്കുന്നതും വലിയ ആളുകളാണ്. അപ്പൊ അവർക്ക് കുട്ടികളുടെ മെന്റാലിറ്റി എന്താണ് മനസ്സിലാക്കി കൺസിഡർ ചെയ്ത് അവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സിനിമ കണ്ട നമുക്കും ആ രീതിയിൽ പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് ആദ്യമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടന്റെ ഈ വർഷത്തെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന അവസാനത്തെ ആണിയാണ് ഈ സിനിമ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ജനുവരി 25 തന്നെയാണെന്ന് എന്റെ ഓർമ്മ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു, അറിയാലോ. അതിനുശേഷം ദേ വരുന്നു അവസാനത്തെ ആണിയായിട്ട് ബറോസ്. തെറുപ്പതിയായി മുനേ, തെറുപ്പതിയായി. എന്തിനാണ് ലാലേട്ട ഈ പണിക്ക് പോയത് എന്നാണ് ചോദിക്കാനുള്ളത്. ഡയറക്ഷൻ മോശമാണല്ലേ? അല്ല, മോഹൻലാലിനെ പോലെ ഒരാൾ, ഞാൻ എപ്പോഴും ബറോസിനെ കുറിച്ച് പറയുന്ന പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലിനെ പോലെ ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഏത് പിഞ്ചു കുട്ടികൾക്കുള്ള സിനിമയാണെന്ന് പറഞ്ഞാലും ശരി, എല്ലാവരും ആകാംക്ഷയോടെ കാണാൻ പോകും. എന്താണ് മോഹൻലാൽ ചെയ്ത് വെച്ചിരിക്കുന്നത്? കുട്ടികൾക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്ര ഗംഭീര സിനിമയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ബറോസ് അങ്ങനെ ഒരു സിനിമയല്ല എന്നുള്ളതാണ് സത്യം. ഏറെക്കുറെ ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവ്സ് ഒക്കെ തുടക്ക സമയത്തുണ്ട് എന്നുള്ളതല്ലാതെ ഇതിന്റെ ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നിയ സാധനം തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ആണ്. ഇതിനേക്കാൾ നല്ല രീതിയിൽ ഇത് പ്രസന്റ് ചെയ്യാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. മാത്രമല്ല, കുറേ സ്ഥലങ്ങൾ നമുക്ക് ഉറക്കം വന്നു പോകുന്നുണ്ട്.
ഇങ്ങനെ വെറുതെ, എസ്പെഷ്യലി ഈ കുട്ടിയുടെ ഇസബെല്ല എന്ന് പറഞ്ഞ കുട്ടിയുടെ അച്ഛനും ഒരു ആന്റി ഉണ്ട്. ആന്റിനെ പറയുമ്പോൾ ആന്റിക്കൊക്കെ ഡബിങ് തെരഞ്ഞെടുത്തിരിക്കുന്നത് മേനോനാണ്. ശ്വേത മോഹന, ശ്വേത മേനോനാണ്. എന്തായാലും ശ്വേതയാണ് സൗണ്ട് കൊടുത്തിട്ടുള്ളത്. ഊള ഡബിങ് ഭയങ്കര അരോചകത്വമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അവർക്ക് ഒട്ടും മാച്ച് അല്ലാത്തൊരു വോയിസ്, പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് വേറെ, ഡബിങ് പോണ് വേറൊരു വഴിക്ക്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇവരെ കുറിച്ച്. പിന്നെ ഇവര് തമ്മിലുള്ള കുറെ ഡയലോഗ്സ് ഉണ്ട്. ഇങ്ങനെ ഉപദേശിക്കണ പോലെ ഇങ്ങനെ എന്തൊക്കെയോ പറയാ, ഉറക്കം വന്നിട്ടുണ്ടല്ലോ, ബോറടിച്ചിട്ട് ഒരു വഴിക്ക. അതിന്റെ ഇടയിൽ പിന്നെ ബറോസിനെ കാണിക്കുന്ന ആ ഒരു നിലപറയും കാര്യങ്ങളും കാണിക്കുമ്പോഴാണ് നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് ഓണായിട്ട് തിരക്കടില്ലല്ലോ എന്ന രീതിയിലേക്ക് വരുന്നത്. അതും കുറച്ച് ഫസ്റ്റ് ഹാഫ് തിരക്കടില്ലാത്ത രീതിയിലൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പോയി. പക്ഷെ അപ്പോഴേ നമുക്ക് ബോറടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോ എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചാലും തോന്നു പോണ പോലെ ആയിപ്പോയി അവസ്ഥ. എന്തിനു വേണ്ടി ലാലേട്ടാ നിങ്ങളിത് ചെയ്തു? മോഹൻലാൽ തന്നെ ഇതിൽ ഇടക്കിടക്ക് പറയുന്ന ഒരു സാധനമുണ്ട്, തിരിഞ്ഞോട്ട്, എന്റെ തമ്പുരാനെ. അതിന് എനിക്ക് പറയാം, എന്റെ തമ്പുരാനെ എങ്ങനെ ഇത് കണ്ടിരിക്കും, തമ്പുരാനെ അങ്ങനെ വിളിക്കേണ്ട അവസ്ഥയിലേക്ക് അവസാനം കൊണ്ടെത്തിച്ചു എന്നുള്ളത് മറ്റൊരു നഗ്നമായ സത്യം. സോ ബാറോസ് എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, വലിയ ആളുകളാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു കൂട്ടം കുട്ടികൾ പോയിരുന്നിട്ട് കാണണം. അപ്പൊ ചിലപ്പോൾ പൊട്ടിച്ചിരിയൊക്കെ ആയിട്ട് അവർ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഈ കുട്ടികൾ പോകണമെങ്കിൽ നമ്മൾ സ്വന്തമാർ കൊണ്ടുപോകണമല്ലോ, അല്ലാത്ത ഇവരെങ്ങനെയാണ് വെറുതെ അവർക്ക് ഇവിടുന്ന പൈസ, നമ്മൾ തന്നെ പൈസ കൊടുത്ത് വെറുതെ നീ ബസ് കയറി പോയി പടം കണ്ടു പോരി, അല്ലെങ്കിൽ നീ വണ്ടി എടുത്ത് പോയി, അല്ലെങ്കിൽ നീ കാർ ഓടിച്ചു പോയി പടം കണ്ടു വന്നിട്ട് പറയട്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ തന്തമാര് കൊണ്ടുപോയാലല്ലേ കുട്ടികൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ തന്തമാര് കാണണ്ടേ? കാണണം. അങ്ങനെ തന്തമാര് കണ്ടാൽ കിളി പാറും, ഭ്രാന്ത് വരും, ചടയ്ക്കും. 2-2.5 മണിക്കൂർ കുട്ടികൾ കണ്ടോട്ടെ എന്ന് കുട്ടികളവിടെ കാണിച്ച് മൊബൈലിൽ നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ തിയേറ്ററിൽ സിനിമ കാണുന്ന സമയത്ത് ചുറ്റുമുള്ള എല്ലാവരും സംസാരിക്കണം, എന്തൊക്കെയോ പറയണ്, കുറെ ഓക്കണ്, കുറെ കളിയാക്കണ്. കാരണം സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ ഒരു 18 വയസ്സിന് മുകളിൽ ഒരാൾക്കും പറ്റൂല. ഞാൻ 18 വയസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടികളായിട്ട് ബാക്കിയുള്ളവരാണെങ്കിൽ കൺട്രോൾ ചെയ്തില്ല. 15, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ പറ്റും എന്നുള്ളത്. കാരണം ഒരു എൻഗേജ്മെന്റ് വേണ്ട, എൻഗേജ് ചെയ്തിരിക്കാൻ പറ്റണ്ട, അങ്ങനെ ഇരുത്താൻ സിനിമയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതില് ചില ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്. എസ്പെഷ്യലി അവസാനം ഒരു ഭിത്തി വിളിഞ്ഞു പോണ സമയത്ത് ഒരു ലവ് ചിഹ്നം നടക്കുന്നുണ്ട്. എന്താ ഡയറക്ടർ ബ്രില്യൻസ്. അതുപോലെ ഇതിലെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഒരു രക്ഷയില്ല, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ആർട്ട് അല്ലല്ലോ, മേക്കപ്പ് പറഞ്ഞാൽ കൈ, അതാ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് തന്നെയല്ലേ വരിക. അതായത് ഒരു തേളിന്റെ കയ്യിൽ ഇങ്ങനെ പറിച്ചിട്ട് ഒരു വെള്ളത്തിലേക്ക് ഇതിലെ മന്ത്രവാദിനി ഇടുന്ന സമയത്ത് ഡിഗാമയുടെ കൈ ഇങ്ങനെ അങ്ങനെ ആവുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എന്താ സീൻ! ഇതിൽ ഏറ്റവും വേസ്റ്റ് സീനാണത്. എന്നിട്ട് അതുകൊണ്ട് ലാലേട്ടന്റെ കഴുത്തിൽ പിടിച്ചിങ്ങനെ കൊണ്ടുവന്നു. നെക്കിങ്ങനെ കൊന്നില്ലെങ്കിൽ അവിടെ തീർന്നേനെ. ഞാൻ ബറോസിനെയാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ പേഴ്സണലി എടുത്തിട്ട് മോഹൻലാലിനെ പറഞ്ഞു എടുക്കരുത്, പേടിയാണ്, അതുകൊണ്ടാണ്. പിന്നെ സിനിമ കാണാൻ തെറി വിളിക്കുന്നവർക്ക് എന്തും വേണമെങ്കിൽ വന്നിട്ട് തെറി വിളിക്കാം. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ വന്ന കമന്റ് തിരുത്തി കുറിക്കും. കണ്ടു നോക്കൂ, എന്നിട്ട് എൻജോയ് ചെയ്യൂ. വീണ്ടും വീണ്ടും കുറെ കാര്യങ്ങൾ വെറുതെ കുത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുപോലെ വെള്ളത്തിന്റെ മുകളിലൂടെ ഇസബെല്ല നടക്കുന്ന ഒരു സാധനം കണ്ട് എന്ത് ബോറായിരുന്നു അറിയോ, വളരെ ബോറായിരുന്നു. അതുപോലെ കുറെ ആളുകൾ ചുറ്റും ഇരിക്കുന്നു, ഇസബെല്ല വരുന്നു, പാട്ട് പാടുന്ന സമയത്ത് മന്ത്രവാദിനി നമ്മുടെ ബറോസ് അണ്ണൻ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അക്ഷരങ്ങളുണ്ടല്ലോ, നമ്മൾ മറ്റേ ചിഹ്നങ്ങൾ, പാട്ടുകൾ, അതൊക്കെ ഇങ്ങനെ കോഡിങ് ഓർഡറായിട്ട് ഇങ്ങനെ വരുന്നു, വീണ്ടും ഓർഡറായിട്ട് ഇങ്ങനെ പോകുന്നു, അവിടെ ഇരിക്കുന്നു. ആർക്കും അത്ഭുതമില്ല. അപ്പൊ പാട്ടുകാരന്മാർക്ക് കുറച്ച് അത്ഭുതമുണ്ട്. അതല്ലാതെ പാടുന്ന ഇസബെല്ലയുടെ ഡ്രസ്സുകൾ മാറുന്നു, ഡ്രസ്സുകൾ വീണ്ടും ചേഞ്ച് ആവുന്നു, മേക്ക് ഓവറുകൾ നടത്തുന്നു, ആർക്കും ഒരു പ്രശ്നവുമില്ല. അവിടെ എല്ലാവരും വാട്ട് വണ്ടർ. അവിടെ അത്ഭുതം നടന്നിട്ടുണ്ട്, നോ കുഴപ്പം. അവിടെ ഭൂതം വന്നിട്ടുണ്ട്, നോ കുഴപ്പം. വാവ് വാട്ട് എ സോങ് എന്ന് പറഞ്ഞ എൻജോയ് ആണ്. സോങ്ങിലേക്ക് വരുമ്പോൾ എടുത്ത് പറയട്ടെ, ഐ എം സോറി, കാരണം 2.5 മണിക്കൂർ കണ്ട് സഹിച്ചതാണല്ലോ. സോ പറയാതിരിക്കാൻ വയ്യത്തോണ്ട് പറയാണ്. 2 പാട്ടുകളുണ്ട്. എന്റെ പൊന്നിലാലേട്ട, എന്തിന്റെ കാര്യമായിരുന്നു നിങ്ങൾക്ക് എന്നാണ് ചോദിക്കാനുള്ളത്. വേറെ നല്ല എത്ര പാട്ടുകാരുണ്ട്, പാടിപ്പിച്ചിരുന്നെങ്കിൽ നല്ല സോങ് ആകുമായിരുന്നു. നല്ല വരികളാണ്, നല്ല മ്യൂസിക് ആണ്, നല്ല BGM ആണ്. ഇസബെല്ല എന്ന് പറയുമ്പോ ഒരു വിറക്കലുണ്ട്. ഇസബെല്ല എന്ത്
പതർച്ച് അക്ഷരങ്ങളൊക്കെ വിറക്കണ് ലാലേട്ടൻ പാടിയിട്ട്. ഇമോഷൻ കൂടി വറക്കണമെന്ന് അറിയില്ല. ആരോ നന്നായിട്ട് പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് ലാലേട്ടനെ. നിങ്ങൾ നല്ലൊരു നടനല്ലേ, നല്ലൊരു ലെജൻഡ് എന്ന രീതിയിൽ നമ്മൾ കാണുന്ന ആളല്ലേ. കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞ സംഭവം കംപ്ലീറ്റ് ആയി ഒന്നുമില്ല എന്ന് ലാലേട്ടൻ തന്നെ എടുത്തു പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളോടൊരു ബഹുമാനമുണ്ട്, ആദരവുണ്ട് ആ പറഞ്ഞതിൽ. എന്നാലും കംപ്ലീറ്റ് ആക്ടർ എന്ന രീതിയിൽ നിങ്ങളെ വിളിക്കുന്നത്, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത രീതിയിലല്ല, അത്രയും നല്ല മികച്ച നടനാണെന്നുള്ള നിങ്ങളുടെ കൺസിഡറേഷൻ അല്ലേ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അതുപോലെ പാട്ടിന്റെ കാര്യത്തിൽ ആരെ പറഞ്ഞു പറ്റിച്ചിട്ടില്ല. നിങ്ങളെ പാട്ട് മോശമാണ് സത്യമായിട്ടും, വളരെ മോശം ഗായകനാണ് നിങ്ങൾ. നല്ല നടനാണ്, ബോൺ ആക്ടറാണ്, ഗംഭീര പെർഫോമറാണ്. പക്ഷെ പാട്ട് ദയവ് ചെയ്ത് അത്രയും ആപ്റ്റായിട്ടുള്ള സാധനങ്ങൾ ഇതിലൊക്കെ വളരെ ഫീലിംഗിൽ പാടേണ്ട, വളരെ ഇമോഷണൽ ആയിട്ട് പാടേണ്ട ഒരു അവസ്ഥ. ഞാൻ തമിഴിൽ കൊടുത്തിട്ടൊരു സീനുണ്ട്, അവിടെ ആൾ ഇമോഷണൽ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനത്തെ സമയത്ത് പാടേണ്ട പാട്ടൊക്കെ അങ്ങനെ ഇമോഷണലി നമ്മളെ അതിലേക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗായകരെ കൊണ്ട് പാടിപ്പിക്കുന്നതാണ് ബെറ്റർ. ആസ് എ ഡയറക്ടർ നിങ്ങൾ അതൊക്കെ കൺസിഡർ ചെയ്യണമായിരുന്നു. ഞാൻ എല്ലാം ചെയ്യുക എന്നുള്ളതല്ല, ഞാൻ ചെയ്യുന്നത് ബെസ്റ്റ് ആയിട്ടിരിക്കുക, ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു നോക്കേണ്ടത്. അതുപോലെ വേറൊരു പാട്ടുണ്ട്, അവിടെയാണെങ്കിലും ഈ കുട്ടീനെ കൊണ്ട് പാടിപ്പിക്കുകയാണ്. ആ കുട്ടീൻ്റെ വോയിസ് കൊടുത്തിട്ടുള്ള ആരാ എനിക്കറിയില്ല, നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ലാലേട്ടൻ പാടി കൊളാക്കാണ്. അപ്പൊ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. എന്തായാലും കാണാൻ പോകുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഓൾ ദി ബെസ്റ്റ്.